ഹായ് ഫ്രണ്ട്സ്, പൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിഷ്വൽ ഡാറ്റ ഡാറ്റൻ്റെ വിഷ്വലൈസേഷന് നമ്മൾ വ്യത്യസ്തമായ ഗ്രാഫുകളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യമായിട്ട് ഞാൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ ലൈബ്രറിയും കൂടെ നമ്മൾ പഠിച്ച എല്ലാ ലൈബ്രറിയും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. pandas pd, numbers np, matplotlib.pyplot.plt, cponas sns. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു ഡാറ്റ സെറ്റ് ഇവിടെ ലോഡ് ചെയ്യണം. ഡാറ്റ സെറ്റ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ഡാറ്റ ആവശ്യമുള്ളവർ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ലൈബ്രറി ലോഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ ലോഡായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡാറ്റ ലോഡാക്കുകയാണ്. ഓക്കെ, ഡാറ്റ ലോഡായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നെക്സ്റ്റ് നമുക്ക് സാധാ പോലെ ചെയ്യുന്ന പോലെ എന്താക്കണം, പാണ്ടസിൻ്റെ ഒരു ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. എന്ത് കൊടുക്കാം കേട്ടോ, df കൊടുക്കുന്നവരുണ്ട്, ഡാറ്റ എന്ന് കൊടുക്കുന്നവരുണ്ട്, എന്താ നമുക്ക് വേണ്ടിയത് കൊടുക്കാം, നമ്മളിഷ്ടം. ഓക്കെ, ഡോട്ട് റീഡ് _csv, പിന്നെ ഫയൽ നെയിം എഴുതാം. ഫയൽ നെയിം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫയൽ നെയിം തന്നെ ആയിരിക്കണം ഇവിടെ എഴുതുന്ന. ഫയൽ നെയിം സെയിം അല്ലെങ്കിൽ ഡാറ്റ ലോഡാവില്ല, എറർ വരും. ഞാൻ കോപ്പി പേസ്റ്റ് എടുക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സെൻസ് ആണ് ഡാറ്റ കാണണം, ഹെഡ്. നമുക്ക് ഡാറ്റകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബോക്സ് പ്ലോട്ട് വരയ്ക്കാൻ പോവാം. ബോക്സ് പ്ലോട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ബോക്സ് പ്ലോട്ട് നമ്മൾ SNS ലൈബ്രറിയിൽ നിന്നാണ് വരയ്ക്കുന്നത്. sns.box plot. SNS ലൈബ്രറി കുറച്ച് എഴുതാൻ യൂസർ ഫ്രണ്ട്ലിയാണ് കേട്ടോ. മാറ്റ്പ്ലോട്ട് പൈപ്ലോട്ടിനെങ്കിലും സിമ്പിളായിട്ട് എഴുതാം. ഡാറ്റ കൊടുക്കുക. ഡാറ്റ എന്നുള്ളത് ഏതാണോ, ഡാറ്റ ഈക്വൽ ടു ഡാറ്റ, കോമ, ദെൻ y മാത്രം കൊടുത്താലും മതി. y ഈക്വൽ ടു എന്താണ്, ഞാനിവിടെ നമ്മളെ ഡാറ്റന് ഏതാണോ അത് കൊടുത്താൽ മതി. എക്സ് ഓട്ടോമാറ്റിക് ഇത് SNS അല്ല, സോറി, കൊളാബ് ഈ ലൈബ്രറി ഇങ്ങനെ ചെയ്താൽ y കൊടുത്തില്ലെങ്കിലും y മാത്രം കൊടുത്ത് എക്സ് കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് അത് എടുത്തോളും. ഓക്കെ, ഇനി വൈക്ക് പകരം എക്സ് ആണോ കൊടുക്കുന്നെങ്കിലും എക്സ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ആണോ, ഇത് തിരിയുന്നുള്ളൂ. വൈ കൊടുക്കുകയാണെങ്കിൽ നേരെ ഇങ്ങനെ വരും. ഇതിപ്പോൾ എക്സ് കൊടുത്ത് ഇനി എടുത്തിൽ ഞാൻ വൈ കൊടുത്ത് രണ്ടും സെപ്പറേറ്റ് കാണിക്കാം. ഏത് രീതിയാണ് ബോക്സ് പ്ലോട്ട് വരയ്ക്കേണ്ടത് അതേപോലെ ചെയ്താൽ മതി. വൈ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കിട്ടും, മറ്റേ ഹൊറിസോണ്ടലായിട്ട് കിട്ടും. രണ്ട് കൊടുത്താൽ എന്താ കിട്ടുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സ് വൈ എന്താണ്, വൈ വേറെ എന്തെങ്കിലും കൊടുത്തോളൂ, വേറെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ വന്നിട്ടാകെ ഇതായി. ഇതിന് പകരം എന്താക്കുന്നത്, അത് എക്സും വൈ കൊടുക്കുമ്പോൾ അതൊരു രസമില്ല. ഒന്ന് മാത്രമേ വെക്കുന്നു, പ്ലാറ്റ്ഫോം നോക്കാം, വൈ മാത്രം കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ ഡാറ്റകളില്ലേ, ഈ ഡാറ്റയുടെ ഇതിപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഉണ്ട്, കാറ്റഗറിക്കൽ. ഇതൊക്കെ കാറ്റഗറിക്കലാണ്, നെയിം, അതേപോലെ ജോൺറ, പബ്ലിഷർ ഒക്കെ കാറ്റഗറി, ബാക്കിയുള്ളതൊക്കെ കണ്ടിന്യൂസ്.
ആണ്. കണ്ടില്ല, സോറി, എന്താ പറയുക, ന്യൂമറിക്കലാണ്. ന്യൂമറിക്കൽ ഡാറ്റകളുടെ കിട്ടാൻ അതിൻ്റെ ഫുൾ കാൽക്കുലേഷൻ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന മെയിൻ കാൽക്കുലേഷനൊക്കെ കിട്ടാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഡാറ്റ ഡോട്ട് ഡിസ്ക്രൈബ്. വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് വളരെ ഉപകാരപ്പെടുന്നു. കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഈ ന്യൂമറിക്കൽ ഡാറ്റൻ്റെ കൗണ്ട് കിട്ടും, മീൻ കിട്ടും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും, മിനിമം കിട്ടും, 25%, 50%, 95%, മാക്സിമം, ഇതെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മളെ ബോക്സ് പ്ലോട്ടിനെ ഒന്ന് എന്താണെന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഈ ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ 4 റീജിയൺ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ 25% ഡാറ്റകൾ ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് ഈ സെൻറ്റർ വരെ 25%. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ 50%. പിന്നെ ഈ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ അനദർ 25%. ഓക്കെ, പിന്നെ ഇതുവരെ 25%. ഇതിന് ഓരോന്നിന് ഓരോ പേരുണ്ട്. ഓക്കെ, ഇതാണ് ബോക്സ്. ഈ ബോക്സിൽ IQR എന്ന് പറയും. ബോക്സിൻ്റെ ഇത്ര ഏരിയക്ക് 50% ഡാറ്റ അവിടെ ഉണ്ടാവും. ഓക്കെ, അനാലിസിസ് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ മിനിമം QC, മിനിമം ഉള്ളത് Q0. ഓക്കെ, ഈ ഒരു പോയിന്റിനെ Q0 എന്ന് പറയും. ഇതിനെ Q1, ഇത് Q2, ഇത് Q3, ഇത് Q4. ഇതാണ് ബേസിക് ബോക്സ് പ്ലോട്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് പ്ലോട്ടാണ്. ഇതുവരെ നമ്മൾ കാറ്റഗോറിക്കൽ പ്ലോട്ട് പഠിച്ചു. ഇനി കണ്ടിന്യൂസ് പ്ലോട്ട്. ഇതിൽ തന്നെ ഹൗ ഹാവ് ഗ്ലോബൽ സെയിൽസ് ചേഞ്ച് ഓവർ ദ ഇയറിന് ഓരോ ഇയറിലും ഗ്ലോബൽ സെയിൽസ് എങ്ങനെയെന്ന് നമ്മൾ നോക്കാം. ഇതിനു വേണ്ടി നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. പ്ലോട്ട് ദ സെയിൽസ് ട്രെൻഡ് ഓഫ് ദ ലോങ്സ്റ്റ് റണ്ണിങ് ഗെയിം. ഓക്കെ, ലോങ്സ്റ്റ് റണ്ണിങ് ഗെയിമിൻ്റെ സെയിൽസ് പ്ലോട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നത്, ഗെയിം ലൈഫ് സൈക്കിൾ ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ഗ്രൂപ്പ് വൈ കൊടുത്തു. എന്തിനാണ് ഡാറ്റ? ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ സെറ്റിൻ്റെ നെയിം. ഓക്കെ, അതിൽ ഗ്രൂപ്പ് വൈ കൊടുത്ത് അതിൽ നെയിമിൽ ദെൻ ഡോട്ട് അഗ്രിഗേറ്റ്. ഏതിൻ്റെ അഗ്രിഗേഷനാണ് വേണ്ടി? ബ്രാക്കറ്റ് പാരന്തസിസ് ടൈപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മിനിമം ഇയർ ഈക്വൽ ടു ഇയർ കോമ പാരന്തസിസ് ബ്രാക്കറ്റിനുള്ള മിനിമം കൊടുത്തു. മാക്സിമം ഇയർ ഈക്വൽ ടു ഇയർ കോമ മാക്സ് ഉള്ള ഫംഗ്ഷൻ കൊടുത്തത് റൺ ചെയ്താൽ റൺ ആയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പ്ലോട്ട് ദ സെയിൽസ് ട്രെൻഡ് റണ്ണിങ് ഗെയിം അല്ലേ, സെയിൽസ് ട്രെൻഡ്. അപ്പോൾ ഇത് നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്നു. ഗെയിം ലൈഫ് സൈക്കിള് അഥവാ ഇതിലെ ഈ ഗെയിം ലൈഫ് സൈക്കിളിൻ്റെ അണ്ടറിൽ നമ്മൾ ഇത്ര സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഇക്വേഷന് നമ്മൾ അതിൽ കൊടുക്കും. ഗെയിം ലൈഫ് സൈക്കിൾ ഈക്വൽ ടു മാക്സിമം ഇയർ മൈനസ് ഗെയിം ലൈഫ് സൈക്കിൾ മിനിമം ഇയർ. ഓക്കെ, ഗെയിം ലൈഫ് സൈക്കിൾ ഡോട്ട് സോൾട്ട് വാല്യൂ ലൈഫ് സൈക്കിൾ അസെൻഡിങ് ഫാൾസ് ആദ്യത്തെ 5 എണ്ണം. എന്നിട്ട് ഇത് റൺ ചെയ്യാം. നമുക്ക് ഓരോ 900 മിനിമം ഇയറും മാക്സിമം ഇയറും
അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 40 ഓക്കെ. അതേപോലെ 1980, 2919. അസെൻഡിങ് പറഞ്ഞാൽ അസെൻഡിങ് ഫാൾസ് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ഉള്ളതിന് ആദ്യം വരും, പിന്നെ ലവസ്, പിന്നെ അതിന് ലവസ്, അങ്ങനെയുള്ള അഞ്ചെണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. കൂടെ അതേപോലെ ഇത് നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ. പിന്നെ നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഐസ് ഹോക്കി ഈക്വൽ ടു ഡാറ്റ ഡോട്ട് LOC ഡാറ്റ, ഇത് കോളൻ നെയിം ഈക്വൽ ഐസ് ഹോക്കി നമ്മൾ നോക്കുന്നു. ഓക്കെ. ദെൻ ഐസ് ഹോക്കി ഡോട്ട് ഷേപ്പ്. വീഡിയോ കൂടുതൽ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താക്കുന്നത്, കോപ്പി പേസ്റ്റ് ചിലത് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി അതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചത്. അപ്പോൾ 41 റോ ഉണ്ട്, 11 കോളം കിട്ടി. ഇനി നമ്മൾ ഇതിന് ഒരു ഗ്രാഫ് വരയ്ക്കുക. SNS ഡോട്ട് ലൈൻ പ്ലോട്ട് എങ്ങനെ ലൈൻ പ്ലോട്ട് എടുക്കില്ല, പാരന്തസ് ടൈപ്പ് ഡോട്ട് ഇതിടാം. ഡാറ്റ ഈക്വൽ ടു ഐസ് ഹോക്കി കോമ എക്സ് ഈക്വൽ ടു എക്സ് ഏത് വേരിയബിളാന്ന് കൊടുക്കാം. ഇയർ ഞാൻ ഇവിടെ ഇയർ കൊടുക്കുന്നു. ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് ഇയർ ആണ് കേട്ടോ. ഈ ഡാറ്റയിലെ ഇയർ ആണ് ഇവിടെ കൊടുക്കുന്ന ഇയർ. ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നാൽ ഇതാവും, കിട്ടൂല. ശ്രദ്ധിച്ച് നോക്കിക്കണം. ദെൻ y ഈക്വൽ ടു ഞാൻ NSIയിൽ കൊടുക്കുന്നത്. അവിടെ ഗ്ലോബൽ സ്റ്റൈലുണ്ട്, NSIയിലുണ്ട്. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ NSIയിൽ കൊടുക്കുന്നത്. N_Sail color is equal to COLOR color equal to red. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഇവിടെ NSIയിൽ ഈ ഓവർ ദ ഇയർ ഉള്ള ലൈൻ പ്ലോട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പം എനിക്ക് ഇത്ര 1980 മുതൽ 2020 വരെ ഉണ്ട്. പക്ഷെ എനിക്കിതിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ 1996 മുതൽ ഏകദേശം 95 ഇവിടെ അല്ലേ, ഇത് മുതൽ 95 ഇവിടെ വരുമ്പോൾ 96 ഏകദേശം ഇവിടെ വരും. ഇത് മുതൽ 2010 വരെ ഉള്ള ഈ ഒരു പോർഷൻ മാത്രം മതി. ഇതിൻ്റെ ഒരു അനാലിസിസ് ആണ് എനിക്കിത്. സോറി, ഇതിങ്ങനെ വളഞ്ഞു വന്നാണ്. ഏകദേശം ശരിയായി. ഈ ഒരു പോർഷൻ മാത്രം എനിക്ക് മതിയെങ്കിൽ അതെങ്ങനെ നമുക്ക് കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കാം. SNS ബാക്കി കാര്യങ്ങളൊക്കെ ഇത് ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. അതേപോലെ സെയിം തന്നെ. നെക്സ്റ്റ് ലിമിറ്റ് കൊടുക്കുകയാണ്. PLT ഡോട്ട് എക്സ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. എക്സ് ലിമിറ്റ്. ഓക്കെ. എക്സ് ലിമിറ്റിൽ നമ്മൾ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു 1996 ഓക്കെ. പിന്നെ റൈറ്റ് ഈസ് ഈക്വൽ ടു RIGHT റൈറ്റ് ഈസ് ഈക്വൽ ടു 2010 വരെ. എന്നിട്ട് PLT ഡോട്ട് ഷോ
plt dot show കണ്ടോ. അപ്പോൾ 2000 ഇവിടെ ഏകദേശം 1995 എങ്ങനെ വരുന്നത്, 1995 ഏകദേശം 0.8 വരുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. 0.8 ഏകദേശം അവിടെ കിട്ടി. ബാക്കിയുള്ളത് ഈ 2010 വരുമ്പോൾ ഇവിടെ വരുന്നത്, അഥവാ 0.4ലുള്ള ഈ എത്ര പോർഷൻ മാത്രം നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇപ്പൊ ഐസോക്കിന്റെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് നമ്മൾ ബേസ്ബോളിന്റെ കണ്ടുപിടിക്കണമെങ്കിലോ സെയിം സംഭവം തന്നെ. ഐസോക്കി ഡാറ്റ LOC ഡാറ്റ നെയിം ഈക്വൽ ഐസോക്കി എന്ന് കൊടുത്തു. അതിന് പകരം ബേസ്ബോൾ എന്ന് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബേസ്ബോൾ ഡാറ്റ ഡോട്ട് LOC ഡാറ്റ നെയിം ഈസ് ഈക്വൽ ടു ബേസ്ബോൾ. അത് ഓക്കെ ആയി. ദെൻ ലൈൻ ഫോട്ടോ നമുക്ക് വരക്കണം. കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ SNS ഡാറ്റ ഐസോക്കി ഈ ഒരു സംഭവമാണ് എൻ്റെ സ്റ്റൈൽ. ഒരു ഗ്രാഫ് അത്. രണ്ടാമത്തത് SNS ഡാറ്റ ബേസ്ബോൾ ഈ ഒരു എൻ്റെ സ്റ്റൈൽ സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചപ്പോൾ ഏതാണ് ബേസ്ബോൾ ഏതാണ് ഐസോക്കി എന്ന് അറിയുന്നില്ല. കൺഫ്യൂഷൻ അല്ലേ? ഇത് നേരത്തെ മുകളിൽ ഇത് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ഇതേപോലെ ഗ്രാഫ് കിട്ടുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഐസോക്കി, ഇത് ബേസ്ബോൾ. അപ്പോൾ അതിവിടെ ഇങ്ങനെ എഴുതിയാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് അതിനെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ എക്സ് ലേബൽ നമുക്ക് കൊടുക്കണം. സെയിം സംഭവമാണ് ഫോട്ടോ എടുക്കുന്നത്. NSL കഴിഞ്ഞിട്ട് ഒരു കോമഡ ലേബൽ ഈക്വൽ ടു ഐസോക്കി. equal to baseball. Line 2D set got unexpected label. ഓക്കെ, ലേബലിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഓക്കെ, അത് ക്യാപിറ്റൽ L കൊടുത്തോണ്ടുള്ള പ്രശ്നം. ഓക്കെ, നമുക്ക് സ്മോൾ ശരിയല്ലേ? ഓക്കെ, ശരിയായി. ഇപ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം നീല കളർ ഐസോക്കിയാണ് ഇവിടെ വന്നിട്ടുണ്ട്, ലേബൽ വന്നിട്ടുണ്ട്. ഈ സാഫ്രോൺ കളർ ബേസ്ബോൾ ആണെന്ന് വന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇല്ല, ഇതിനെ നമുക്ക് എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടോ. ഇവിടെ പുറത്തേക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് എങ്ങനെ നോക്കാം. ഇനി നമ്മൾ കൊടുക്കുന്ന സെയിം സാധനമാണ്. ഇത് കോഡ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു സാധനം ആഡ് ചെയ്താൽ മതി. എന്താണ് PLT ഡോട്ട് ലെജൻഡ് എന്ന് കൊടുക്കും. ഉണ്ടോ? എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ LOC is equal to നമ്മൾ കോർഡിനേറ്റ് -0.5. ഓക്കെ, അത് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇവിടേക്ക് വന്നു.
ഇതിനുള്ള ഒരു ഗ്രിഡിൻ്റെ ഉള്ളിലായിട്ട് കാണണമെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എക്സ്പ്ലോർ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ ഗ്രിഡ് ലൈൻ എനിക്ക് വരുന്ന അതിനെന്തില്ല, സെയിം കോപ്പി സെയിം തന്നെ എടുക്കുക, സെയിം കോഡ്. അതിൽ ഗ്രിഡ് വരണമെങ്കിൽ ഞാൻ ഒഴിവാക്കണം, plt ഡോട്ട് ഗ്രിഡ് എന്ന് കൊടുത്താൽ മതി. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് കൊടുക്കാം. ഗ്രിഡ് ട്രൂ, അപ്പോൾ ഗ്രിഡ് വന്നു. ഓക്കെ, മനസ്സിലായില്ലേ? ഗ്രിഡ് മീൻസ് ഇത് ഇങ്ങനെ ഓരോ വര നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി എളുപ്പമുണ്ടാവും. അപ്പോൾ നേരത്തെ അങ്ങനെ ഡ്രോ ഇങ്ങനെ വരക്കാൻ ഇതൊക്കെ എളുപ്പമുണ്ടാവും. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ട് ഗ്രിഡ്. ഇനി നമ്മൾ ഒന്നുകൂടി നമ്മളെ ഡാറ്റ നമ്മൾ നോക്കാം. ഡാറ്റ എങ്ങനെ ഉണ്ട്. ഡാറ്റ ഡോട്ട് ഹെഡ് നമ്മളെ ഡാറ്റ. ഇതിൽ ഞാൻ ഇനി ലൈൻ പ്ലോട്ട് തന്നെ 2 വേരിയബിൾ ഒന്നിച്ച് കൊടുക്കുക ഒരു കോഡിൽ. SNS ഡോട്ട് ലൈൻ പ്ലോട്ട് ഡാറ്റ എക്സ് റാങ്ക് അങ്ങനെ ഇത് 2070 64 y ഗ്ലോബൽ സെറ്റ് 2 എക്സും വൈയും കൊടുത്തു. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുന്നു ഇപ്പോൾ വരും. ഓക്കെ, ലോഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രാഫ്. പക്ഷേ ഇത് നമുക്ക് എന്താകുന്നില്ല, ഈ 2 വേരിയബിളിൽ ഈ ലൈൻ പ്ലോട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ റിസ്ക് ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് SNS വേറൊരു പ്ലോട്ട് ഉണ്ട്, SNS ഡോട്ട് സ്കാറ്റർ പ്ലോട്ട്. ഓക്കെ, സ്കാറ്റർ പ്ലോട്ട് ഡാറ്റ ഈക്വൽ ടു ഡാറ്റ എക്സ് ഈക്വൽ ടു നേരത്തെ നമ്മൾ എന്തെങ്കിലും കൊടുത്തിനെ റാങ്ക് അല്ല കൊടുത്ത റാങ്ക് y ഈക്വൽ ടു ഗ്ലോബൽ സ്റ്റേറ്റ്. അപ്പോൾ സ്കാറ്റർ പ്ലോട്ട് ആയിട്ട് നമുക്ക് കിട്ടി. ഇത് കുറച്ചും കൂടി നമുക്ക് എന്താ പറയല് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടോപ്പ് 3 പബ്ലിഷർ, ടോപ്പ് 3 ജോൺറയുടെ ടോപ്പ് പ്ലാറ്റ്ഫോം ഇതിന്റെ ഒരു പ്ലോട്ട് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് 3 നമ്മളെ ഡാറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് കോഡ് ചെയ്തിട്ട് ടോപ്പ് പബ്ലിഷർ ഇസ് ഡാറ്റ പബ്ലിഷർ വാല്യൂ കൗണ്ട് ഇൻഡെക്സ് അപ് ടു 3 വരെ. ഓക്കെ, 0 to 3 അത് 3 കിട്ടും. ഓക്കെ, അതേപോലെ ടോപ്പ് ജോണർ എന്ന ഡാറ്റ ജോണർ ഡോട്ട് വാല്യൂ കൗണ്ട് ചെയ്യുക ഡോട്ട് ഇൻഡെക്സ് പോയിന്റ് എന്താ പറയുക 3 വരെ. ഇത് നമ്മളെ 3 ലിസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കോളൻ ഇട്ട് 3 അവസാനം 3 ഇട്ടാൽ അല്ല ഒരു 3 മാത്രമാണ് കോളനും ആദ്യം ഇട്ടിട്ട് അവസാനം ഒരു 3 ഇട്ടാൽ അത് വരെ എന്നുള്ള ആണ്. ഓക്കെ, അതേപോലെ ടോപ്പ് പ്ലാറ്റ്ഫോമും കണ്ടുപിടിക്കുക. ദെൻ ഡാറ്റ ടോപ്പ് ഡാറ്റ ഈക്വൽ ടു ഡാറ്റ ഡോട്ട് LOC ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡാറ്റ ഡോട്ട് പബ്ലിഷർ ഈസ് ഇൻ ടോപ്പ് പബ്ലിഷർ ആൻഡ് ഡാറ്റ ജോൺറ ഈസ് ഇൻ ടോപ്പ് ജോൺറ ഡാറ്റ പ്ലാറ്റ്ഫോം ഈസ് ഇൻ ടോപ്പ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഇത് റൺ ചെയ്യാം. അപ്പോൾ അത് ഓക്കെ ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഷേപ്പ് ഈ ടോപ്പ് ഡാറ്റൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. ഷേപ്പ് ഇത് നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ശരിയാക്കി പോകും.
സോറി ഷേപ്പിന് ഇത് വേണ്ട. ഓക്കെ 617 റോയും 11 കോളും ഉണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു പുതിയൊരു കൗണ്ട് പ്ലോട്ടിന്റെ അണ്ടറിലാണ് വരക്കാൻ പോകുന്നത്. ആ കൗണ്ട് പ്ലോട്ടിന്റെ പേരാണ് ഡോഡ്ജ്ഡ് കൗണ്ട് പ്ലോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് then data equal to top 3 data comma x equal to publisher. Sure. Hue equal to platform. അപ്പോൾ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഈ കൗണ്ട് പ്ലോട്ട് PS3 PS2 DS ഇത് മൂന്നെണ്ണം ഒന്നിച്ച് കിട്ടി. നാംകോ ബണ്ടായി ഗെയിംസ് കണ്ടില്ലേ, ഇങ്ങനെ 3 ഡാറ്റകൾ ഒന്നിച്ച് കിട്ടി. അപ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുത്തു? കൗണ്ട് പ്ലോട്ടിൽ ഡാറ്റ ടോപ്പ് 3 ഡാറ്റ കൊടുത്തു, എക്സ് പബ്ലിഷർ കൊടുത്തു, പിന്നെ നമ്മൾ ഹ്യൂ എന്ന് പറഞ്ഞിട്ട് കളർ ചേഞ്ച് ആക്കിയിട്ട് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റാക്ക്ഡ് കൗണ്ട് പ്ലോട്ട്. അത് സ്റ്റാക്ക്ഡ് പറഞ്ഞാൽ ഇതിപ്പോൾ 3 സെപ്പറേറ്റ് അല്ലേ, ഒരേ ഇതിൽ 3 കളറിൽ വരണമെങ്കിൽ അതിനാണ് സ്റ്റാക്ക്ഡ് കൗണ്ട് പ്ലോട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. Publisher platform data pd.cross tab index top 3 data publisher column top 3 data publisher platform. ഓക്കെ, കറണ്ട് പോയി, അതുകൊണ്ട് വൈഫൈ പോയി. ഒറ്റ കറണ്ട് വരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എറർ വരും, കാരണം എന്താ വെച്ചാൽ കറണ്ട് പോയപ്പോൾ ബാക്കിയുള്ളതെല്ലാം സർവറിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ആദ്യം ഫുള്ളൊന്ന് റൺ ചെയ്യിപ്പിക്കട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഡോഗ്ഡ് കൗണ്ട് പ്ലോട്ട് കഴിഞ്ഞ് നമുക്ക് സ്റ്റാക്ക്ഡ് കൗണ്ട് പ്ലോട്ട് വേണം. ഓക്കെ, കൗണ്ട് പ്ലോട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിഷർ പ്ലാറ്റ്ഫോം ഡാറ്റ എടുത്തു. അത് എങ്ങനെ കണ്ടുപിടിച്ച pd.cross tab ഓപ്പൺ ഇൻഡെക്സ് ടോപ്പ് 3 ഡാറ്റ പബ്ലിഷർ കോളം ടോപ്പ് 3 ഡാറ്റ പ്ലാറ്റ്ഫോം. ഓക്കെ, കൊടുത്തു റൺ ചെയ്തു. അപ്പോൾ ഓക്കെ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് അതിലെ എന്ത് ചെയ്യണം? സ്റ്റാക്ക്ഡ് ആക്കണം. ഓക്കെ, അപ്പം പബ്ലിഷർ ഡാറ്റ പ്ലാറ്റ്ഫോം ഡാറ്റ ഡോട്ട് പ്ലോട്ട് ഓപ്പൺ പാരന്തസ് ബാക്ക്ഗ്രൗണ്ട് കൈൻഡ് എന്താണ്? കൈൻഡ് ബാറാണ്. പിന്നെ സ്റ്റാക്ക്ഡ് ട്രൂ കൊടുക്കാം. plt.show. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് ചെയ്ത് സിംഗിളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 3 ഉള്ളത് നമുക്ക് സിംഗിളായിട്ട് കിട്ടി. മനസ്സിലായില്ലേ? ഇതാണ് സ്റ്റാക്ക്ഡ്. ഒരു ബോക്സ് പ്ലോട്ട് നമ്മൾ വരക്കണം. എന്തിൻ്റെ ബോക്സ് പ്ലോട്ട്? ഡാറ്റ ടോപ്പ് 3 ഡാറ്റ വൈ ഗ്ലോബൽ സെയിൽ എക്സ് പബ്ലിഷർ. അപ്പം അതിന് 3
ബോക്സ് പ്ലോട്ടും കിട്ടി. ഇനി ഇതിന് അപ്പോൾ നമുക്ക് 3 ബോക്സ് പ്ലോട്ടും കിട്ടി. അതിൽ 3 ബിസിനസ് ബോക്സ് പ്ലോട്ടിൽ 3 കിട്ടാൻ വേണ്ടി ഡാറ്റ നമ്മൾ ടോപ്പ് 3 ഡാറ്റയിൽ കൊടുത്തു. പിന്നെ വൈ ഗ്ലോബൽ സെയിൽസ്, എക്സ് പബ്ലിഷർ. ഓക്കെ, അപ്പോൾ ഇതാ 3 ഗ്ലോബൽ സെയിൽസ് വൈയിൽ കിട്ടി. അതിൽ 3 നാംകോ ബണ്ടായി ഗെയിംസും ആക്ടിവിഷൻ പബ്ലിഷറും ഇലക്ട്രോണിക്സ് ആർട്ടിലും 3 ബോക്സ് പ്ലോട്ട് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ബോക്സ് പ്ലോട്ട്. ഇനി നമ്മൾ ബാർ പ്ലോട്ട് എടുക്കണ്ടേ 3 അതിന് ഞാൻ ഇവിടെ SNS ബാർ പ്ലോട്ട് കൊടുത്തു. ഇതേപോലെ ടോപ്പ് 3 ഡാറ്റ ടോപ്പ് 3 കൊടുത്തു. എക്സ് ജോൺറ കൊടുത്തു. വൈ ഗ്ലോബൽ സെയിൽ, ആക്ഷൻ സ്പോർട്സ് മ്യൂസിക്. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ അപ്പം ന്യൂമറിക്കൽ എങ്ങനെ എവിടെ ഏത് സമയത്ത് യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ന്യൂമറിക്കൽ ആണെങ്കിൽ നമുക്ക് ലൈൻ പ്ലോട്ട് ഉപയോഗിക്കാം. ഓക്കെ, സ്കാറ്റർ പ്ലോട്ട് ഉപയോഗിക്കാം. കാറ്റഗോറിക്കൽ ആണെങ്കിൽ നമുക്ക് ഡോഗ്ഡ് അല്ലെങ്കിൽ ഡോഗ്ഡ് കൗണ്ട് പ്ലോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റാക്ക്ഡ് കൗണ്ട് പ്ലോട്ട്. ഈ കാറ്റഗോറിക്കൽ ന്യൂമറിക്കൽ ആണെങ്കിൽ ബോക്സ് പ്ലോട്ട് വിത്ത് കാറ്റഗറി ഓൺ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ബാർ പ്ലോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു പുതിയൊരു സംഭവം. അത് നമ്മുടെ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഫിഗർ ഫിഗർ സൈസ് നമ്മൾ കൊടുക്കുന്ന പോലെ സാധാ കൊടുത്തു. മുന്നത്തെ വീഡിയോയിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ സ്പീഡിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് PLT സബ് പ്ലോട്ട് കൊടുക്കുക. സബ് കൊടുക്കുമ്പോൾ ഈ ആദ്യത്തെ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര റോസ് വേണമെന്ന്. ഓക്കെ, ഈ 3 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എത്ര കോളംസ് വേണമെന്ന്. ഈ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ 3 ഇത് ഉദാഹരണത്തിൽ ഇങ്ങനെ ആദ്യത്തെ ഇങ്ങനെ 3 ആദ്യം 2 അല്ലേ, 2 റോ ഉണ്ട്. 2 റോയില് 3 കോളംസ് ഉണ്ട്. ഇങ്ങനെ അതിൽ ഈ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ പ്ലോട്ട് വരേണ്ടത് ഒന്നാമത്തെ കോളത്തിൽ അല്ല, 1 മീൻസ് ഒന്നാമത്തെ ഇങ്ങനെ വരുമ്പോൾ എന്താ പറയുക, ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം, ഒന്നാമത്തെ സ്ക്വയറിൽ രണ്ടാമത്തെ സ്ക്വയർ, മൂന്നാമത്തെ സ്ക്വയർ, നാലാമത്തെ സ്ക്വയർ, അഞ്ചാമത്തെ സ്ക്വയർ, ആറാമത്തെ സ്ക്വയർ. പിന്നെ അപ്പോൾ മനസ്സിലായില്ലേ അങ്ങനെ. നെക്സ്റ്റിൽ നമ്മൾ സബ് പ്ലോട്ടിൽ 3 കൊടുത്തത്. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ പ്ലോട്ട് വരല്. മനസ്സിലായി, സെൻറ്ററത്തത് ഒഴിവ്. പിന്നെ നമ്മൾ കൊടുത്ത 5, അപ്പോൾ ഇവിടെ വരും. ബാക്കി 2 ഒഴിവ്. ഈ രീതിയിലാണ് പ്ലോട്ട് വരുന്നത്. അതാണ് സബ് പ്ലോട്ടിൻ്റെ ഒരു രീതി. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ഇത് കൊടുത്തത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. SNS സ്കാറ്റർ പ്ലോട്ട് ഡാറ്റ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം സംഭവം. ഇതിൽ നമ്മൾ ആകെ അഡീഷണൽ കൊടുത്ത് സബ് പ്ലോട്ട് എന്നുള്ള PLT സബ് പ്ലോട്ട് 3 ഈ ബ്രാക്കറ്റിൽ നിന്ന് 3 കാര്യങ്ങൾ എഴുതണം. എത്ര റോ വേണമെന്ന് ഫസ്റ്റ് ചെയ്തു, എത്ര കോളം വേണമെന്നും, ഏത് റോയിൻ്റെ കോളത്തിൻ്റെ ഏത് റെക്റ്റാങ്കിളിലാണ് നമുക്ക് പ്ലോട്ട് വരേണ്ടതെന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്താൽ ഇതേപോലെ വരും. കണ്ടോ, ഇതിൽ ഒന്നാമത്തെ ഇത് 3 റോ ആയിട്ട് ഇതിനെ നമുക്ക് 3 റോ ആയിട്ട് ഇതാക്കിയാൽ 3 കോളം 2 റോ ആക്കിയാൽ മനസ്സിലായില്ലേ. ഇങ്ങനെ നമുക്ക് 2 റോ കിട്ടി. അപ്പോൾ ഒന്നാമത്തത് ഇവിടെ വന്നു, 2 ഫ്രീ, മൂന്നാമത്തെ ഇവിടെ വന്നു, 4 ഫ്രീ,
അഞ്ചാമത്തെ ഇവിടെ വന്നു. 5 പറഞ്ഞാൽ ഈ ഒരു ഇതിനാണ് 5 വന്നത്. 6ാമത്തെ ഫ്രീ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ആ ഒരു രീതി നമ്മൾ സബ്പ്ലോട്ടിൻ്റെ പരിപാടി. നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന പബ്ലിഷർ പ്ലാറ്റ്ഫോം ഡാറ്റ പ്ലോട്ട് കൈൻഡ് ബാർ സ്റ്റാക്കഡ് ട്രൂ. വരച്ച് നോക്കാം. ഓൾറെഡി നമ്മൾ വരച്ചതാണ്, അത് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇനി ഞാൻ സബ്പ്ലോട്ടിൻ്റെ വേറൊരു എക്സാമ്പിൾ കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫിഗർ സൈസ് 12:8, സബ് ടൈറ്റിൽ ഗ്ലോബൽ സെയിൽസ് ബ്രേക്ക് ഡൗൺ. ദെൻ plt.subplot 2 റോ 3 കോളം ഒന്നാമത്തേൽ വരണം. അത് ഒന്നാമത്തേൽ വരുന്ന പ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്കാറ്റർ പ്ലോട്ട്, ഡാറ്റ ടോപ്പ് ഡാറ്റ ഗ്ലോബൽ സെയിൽസ് എന്നെ വൈ. ഓക്കെ, അതേപോലെ plt സബ്പ്ലോട്ട് 2 3 ഇത് രണ്ട് സെയിം തന്നെയാണ്. 2 റോ 3 കോളം മൂന്നാമത്തെ ഇതിൽ പ്ലോട്ട് വരണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അപ്പോൾ ഒരു ഒന്ന് സ്കാറ്റർ പ്ലോട്ടാണ്. ഡാറ്റ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി അതുപോലെ 4 വരും, ഇത് 6 വരും. ഇനി ഇവിടെ സബ്പ്ലോട്ട് കൊടുത്ത് 1 3 ഒരു റോ ഉണ്ട്. പിന്നെ അതിന് പുറമെ 3 കോളം. ഓരോ റോ 3 കോളം വന്നാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഓൾറെഡി ആദ്യം ഇത് എങ്ങനെ മനസ്സിലാണെന്ന് വെച്ചാൽ ഞാൻ അത് വരച്ചിട്ട് ആദ്യം ഇത് കഴിയട്ടെ. ഇത് റൺ ചെയ്യാം. നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ കൊടുത്തോണ്ട് നമുക്ക് ഇവിടെ സെൻറ്ററത്തിൽ മാത്രം വലിയൊരു പ്ലോട്ടാണ് കിട്ടിയത്. ഈ പ്ലോട്ട് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ഇതും ഈ 4 നമുക്ക് 2 3 വരച്ചതാ. 2 കോളം അതെങ്ങനെ ഉണ്ടാവും വെച്ചാൽ സോറി 2 കോളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 റോ 3 കോളം. ഓക്കെ, എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തത്? 1 3 4 6 കൊടുത്ത്. 1 3 4 6. അപ്പോൾ ഈ 2 ഇവിടെ ഫ്രീ ആയില്ലേ? ഈ 2 കൂടെ ഫ്രീയിലുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നുമില്ലാതെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു പിന്നെ plt സബ്പ്ലോട്ട് 1 3 2 കൊടുത്തു. 1 3 2 എന്നിട്ട് അതിൽ 1 3 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. 1 3 ആകെ ഒറ്റൊന്ന് വരുന്നത്, സോറി ഒറ്റ റോ വരണം. നേരത്തെ 2 അല്ലേ, അപ്പോൾ ഒറ്റ റോ ഇങ്ങനെ സെൻറ്റർ കൂടി വരും. നേരത്തെ എന്ന് പറഞ്ഞാൽ 2 1 2 വരുന്നത്. അപ്പോൾ സെൻറ്റർ കൂടി ഒന്ന് വന്നു. പിന്നെ 3 പച്ചക്ക് 3 കോളമല്ല വന്നത്, 3 കോളം വന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇത് കൊടുത്തത് അതിലാണ് 3 കോളം വന്നു, 2 വന്നു. അപ്പോൾ ഈ ഒറ്റ 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോളത്തിലാണ് ഇത് വരിപ്പിക്കുന്നത്. ഇതിൽ
അപ്പോൾ ഈ ഏരിയയിൽ വരും, ഈ ഒറ്റ ഏരിയയിലായിരിക്കും പ്ലോട്ട് വരിക. അങ്ങനെ അതാണ് ഇങ്ങനെ നമുക്ക് ഈ പ്ലോട്ട് കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നന്ദി.